നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം പുതിയ തലങ്ങളിലേക്ക് നീങ്ങുമ്പോൾ മേഖലയിലെ ഏറ്റവും സ്വാധീനമുള്ള ശക്തിയായ സൗദി അറേബ്യ അവർ സ്വീകരിക്കുന്ന നിലപാടുകൾ അത് ആഗോള രാഷ്ട്രീയ നിരീക്ഷകർ അതീവ പ്രാധാന്യത്തോടെയാണ് വീക്ഷിക്കുന്നത്. പരമ്പരാഗതമായിട്ട് യുദ്ധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആഗ്രഹിക്കുന്ന സൗദി എന്ന രാജ്യം ആ ഒരു രീതിയിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് ഇറാനെതിരെയുള്ള സൈനിക സമ്മർദ്ദം തുടരണമെന്ന നിലപാടിലേക്ക് ഇപ്പോൾ നീങ്ങുന്നതായിട്ടാണ് പുതിയ റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസിൻ്റെ നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ ഇവിടെ പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. കേവലം ഒരു അതിർത്തി തർക്കമോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള വിയോജിപ്പോ എന്നതിലുപരിയായിട്ട് പശ്ചിമേഷ്യയുടെ ഭാവി പുനർനിർമ്മിക്കാനുള്ള വലിയൊരു രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സൗദി ഈ നീക്കങ്ങളെയൊക്കെ തന്നെ കാണുന്നത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അധികാരമേറ്റെടുത്ത ശേഷം സൗദി അറേബ്യയുടെ ആഭ്യന്തരവും അതോടൊപ്പം തന്നെ വിദേശവുമായിട്ടുള്ള നയങ്ങളിലൊക്കെ തന്നെ വളരെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. തൻ്റെ മുൻഗാമികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ആധുനിക സൗദിയുടെ ശില്പിയായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹം രാജ്യത്തെ കേവലം ഒരു എണ്ണ ഉൽപ്പാദക രാഷ്ട്രം എന്ന നിലയിൽ നിന്നും മാറ്റിക്കൊണ്ട് ഒരു ആഗോള സാമ്പത്തിക ടൂറിസം ഹബ്ബായി ഉയർത്താനാണ് അവിടെ ശ്രമിക്കുന്നത്. ഇതിനായിട്ട് അദ്ദേഹം അവിടെ വിഭാവനം ചെയ്ത വിഷൻ 2030 പോലെയുള്ള പദ്ധതികൾ അത് വിജയിക്കണമെങ്കിൽ ഈ മേഖലയിൽ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള സുസ്ഥിരത വളരെ അത്യാവശ്യമാണ്. എന്നാൽ ഇറാൻ്റെ നിലവിലത്തെ ഭരണകൂടവും അവരുടെ വിദേശ നയങ്ങളും ഈ ലക്ഷ്യത്തിന് വലിയൊരു വെല്ലുവിളിയായിട്ട് ഇവിടെ സൗദി അറേബ്യ കണക്കാക്കുന്നുണ്ട്. സൗദി അറേബ്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി രാജ്യത്തിനുള്ളിലെ പുരാതനമായിട്ടുള്ള മതഘടനകളും അതുപോലെ തന്നെ ക്ലറിക്കൽ സംവിധാനവുമാണ്. മത മേലധ്യക്ഷന്മാരുടെയൊക്കെ തന്നെ കർക്കശമായിട്ടുള്ള നിയന്ത്രണങ്ങളിൽ നിന്നും രാജ്യത്തെ മോചിപ്പിച്ചാൽ മാത്രമേ വിദേശ നിക്ഷേപവും അതോടൊപ്പം തന്നെ ടൂറിസവും ആകർഷിക്കാനായിട്ട് സൗദിയെ സംബന്ധിച്ച് സാധിക്കുമെന്ന് മുഹമ്മദ് ബിൻ സൽമാൻ തിരിച്ചറിയുന്നു. സ്ത്രീ സ്വാതന്ത്ര്യം, വിനോദസഞ്ചാര മേഖലയിലെ ഇളവുകൾ തുടങ്ങിയ പരിഷ്കാരങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമാണ്. ഈ പരിഷ്കാരങ്ങൾ സുഗമമായിട്ട് നടപ്പിലാക്കണമെങ്കിൽ അയൽ രാജ്യമായിട്ടുള്ള ഇറാനിലെ യാഥാസ്ഥിതിക ഭരണകൂടത്തിന്മേൽ വലിയൊരു ആഘാതം സംഭവിക്കണമെന്നും അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അറബ് ലോകത്തെ നവീകരണത്തിന് ഊർജ്ജം പകരുമെന്നും സൗദി നേതൃത്വം കരുതുന്നുണ്ട്. ഇറാനിലെ നിലവിലത്തെ ഭരണകൂടം തകരുന്നതോ അല്ലെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ തന്നെ സംഭവിക്കുന്നതോ തീർച്ചയായിട്ടും സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ അവസരമാണ്. ഇറാനിലൊരു ആധുനിക ഭരണകൂടം നിലവിൽ വന്നാൽ മേഖലയിലെ ഷിയ സുന്നി സംഘർഷങ്ങൾക്ക് അയവ് വരികയും അത് സൗദിക്കുള്ളിലെ പരിഷ്കാരങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത നൽകുകയും ചെയ്യും. നേരിട്ട് ഇറാനെ ആക്രമിക്കാൻ സൗദിക്ക് ഭൗതികമായിട്ടുള്ള സാഹചര്യമോ ന്യായമായ കാരണങ്ങളോ ഇല്ലെങ്കിലും അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന ആ നീക്കങ്ങളിലൂടെ ഇറാൻ ഭരണകൂടം ദുർബലപ്പെടുന്നത് തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് ഗുണകരമാകുമെന്ന് മുഹമ്മദ് ബിൻ സൽമാൻ വിശ്വസിക്കുന്നുണ്ട്. അമേരിക്കയുമായിട്ടുള്ള സൗദിയുടെ ബന്ധം ഇപ്പോൾ ഒരു പുതിയ ഘട്ടത്തിലാണ്. മുൻകാലങ്ങളിലെ പോലെ അമേരിക്കയുടെ എല്ലാ നിർദ്ദേശങ്ങളും അതേപടി സ്വീകരിച്ച് കണ്ണുമടച്ച് അംഗീകരിക്കുന്ന രീതിക്ക് മാറ്റം വന്നിരിക്കുന്നു. അതായത് തങ്ങൾ പൂർണ്ണമായിട്ടും അമേരിക്കൻ ആധിപത്യത്തിന് കീഴിലല്ലെന്ന് തെളിയിക്കാൻ ചൈനയുടെ മധ്യസ്ഥതയിൽ ഇറാനുമായിട്ട് കരാറിൽ ഏർപ്പെടാൻ പോലും സൗദി തയ്യാറായി. എന്നാൽ നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ അമേരിക്കയുമായിട്ടുള്ള ബന്ധം തന്ത്രപരമായിട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇറാനെ പരമാവധി പ്രഹരിക്കാനുള്ള സമ്മർദ്ദമാണ് സൗദി അറേബ്യ ഇവിടെ ചെലുത്തുന്നത്. അമേരിക്കൻ ആയുധങ്ങളും സാങ്കേതികവിദ്യയും സൗദിയുടെ സുരക്ഷയ്ക്ക് വളരെ അനിവാര്യമാണെങ്കിലും തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന രീതിയിൽ അമേരിക്കയെ ഉപയോഗപ്പെടുത്താനാണ് സൗദി ഭരണകൂടം ശ്രമിക്കുന്നത്. മേഖലയിലെ സുരക്ഷാ ഭീഷണികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അത് യമനിലെ ഹൂതി വിമതരുടെയൊക്കെ തന്നെ ആക്രമണം. ഇറാൻ്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂതികൾ സൗദിയുടെ എണ്ണപ്പാടങ്ങളെയും വിമാനത്താവളങ്ങളെയും ലക്ഷ്യമിടുന്നത് വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത്. ജിദ്ദയും റിയാദും ദമാമും ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങൾ ഇപ്പോൾ വലിയ ആക്രമണ ഭീഷണിയിലാണ്. ഈ ഭീഷണി അവസാനിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇറാൻ്റെ സൈനിക ശേഷിയും സ്വാധീനവും കുറയ്ക്കേണ്ടത് അനിവാര്യമാണെന്ന് സൗദി ഇവിടെ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് തന്നെ ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ നിർത്തരുതെന്ന് ആവശ്യപ്പെടുന്നതിന് പിന്നിൽ തങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷാ താൽപ്പര്യങ്ങൾ കൂടിയുണ്ട് എന്ന് സൗദി ഇവിടെ വ്യക്തമാക്കുന്നു. GCC രാജ്യങ്ങൾക്കിടയിൽ സൗദി അറേബ്യ നായകസ്ഥാനം അലങ്കരിക്കുമ്പോഴും മറ്റു രാജ്യങ്ങളുടെയൊക്കെ തന്നെ നിലപാടുകൾ വ്യത്യസ്തപ്പെട്ടിരിക്കുകയാണ്. UAE സംബന്ധിച്ചിടത്തോളം ഇറാനുമായി ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിനെ അവർ ഒട്ടും താല്പര്യപ്പെടുന്നില്ല. കാരണം സാമ്പത്തികപരമായിട്ടും ടൂറിസം മേഖലയിലും ലോകത്തെ മുൻനിരയിലുള്ള ദുബായ് പോലെയുള്ള നഗരങ്ങളുടെയൊക്കെ തന്നെ സുരക്ഷ അവർക്ക് വളരെ പ്രധാനമാണ്. എന്നാൽ അമേരിക്കൻ താല്പര്യങ്ങൾ അവിടെയും ശക്തമാണ്. കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ ചെറു രാജ്യങ്ങൾ ഭൗമരാഷ്ട്രീയമായിട്ട് ദുർബലമായതിനാൽ തന്നെ വലിയ ശക്തികളുടെ തണലിൽ സുരക്ഷ ഉറപ്പാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഓരോ രാജ്യത്തിനും അവരവരുടേതായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിലും സൗദിയുടെ നേതൃത്വത്തെ തള്ളിക്കളയാൻ അവർക്ക് കഴിയില്ല. ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നയതന്ത്രമാണ് അവിടെ സ്വീകരിക്കുന്നത്. അമേരിക്കയുടെ വലിയ സൈനിക താവളം അവിടെ നിലനിൽക്കുമ്പോഴും ഇറാൻ, ഹിസ്ബുള്ള, ഹമാസ് തുടങ്ങിയവരുമായിട്ട് ആശയവിനിമയം നടത്താൻ ഖത്തറിന് കഴിയുന്നുണ്ട്. ഒരു നിഷ്പക്ഷ രാജ്യവുമായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഖത്തർ
രണ്ട് പക്ഷത്തും കാലുറപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ സൗദി അറേബ്യയുടെ വിശാലമായിട്ടുള്ള രാഷ്ട്രീയ പദ്ധതികളിൽ ഇത്തരം നിഷ്പക്ഷ നിലപാടുകൾക്ക് വലിയ സ്ഥാനമില്ല. മേഖലയിലാകെ ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ ശക്തമായ നിലപാടുകൾ ആവശ്യമാണെന്ന് സൗദി വിശ്വസിക്കുന്നു. സൗദി അറേബ്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ അവരുടെ നിലപാടുകളെ സ്വാധീനിക്കുന്നുണ്ട്. പേർഷ്യൻ ഗൾഫിനോട് മാത്രമല്ല, ചെങ്കടലിനോടും സൗദിക്ക് വലിയ രീതിയിലുള്ള താല്പര്യമുണ്ട്. ചെങ്കടൽ വഴിയുള്ള ചരക്ക് നീക്കം തടസ്സപ്പെടുന്നത് സൗദിയുടെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കും. ഹൂതികൾ ചെങ്കടലിൽ ഉയർത്തുന്ന ഭീഷണി നേരിടാൻ ഇറാൻ്റെ സ്വാധീനം അവിടെ കുറയേണ്ടതുണ്ട്. മറ്റ് ഗൾഫ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ചെങ്കടൽ മേഖലയിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്ന സൗദിക്ക് ആ മേഖലയിലെ സമാധാനം ഉറപ്പാക്കാൻ ഇറാനെ ഒതുക്കുക എന്നത് ഒരു പ്രായോഗികമായിട്ടുള്ള ആവശ്യമാണ്. ചരിത്രപരമായിട്ട് നോക്കിയാൽ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ പിൻഗാമികളായിട്ടുള്ള ഇറാനും അറബ് ലോകത്തിൻ്റെ പ്രതികളായിട്ടുള്ള സൗദി അറേബ്യയും അവർ തമ്മിൽ എക്കാലത്തും ശത്രുത നിലനിന്നിരുന്നു. ഈ ഒരു ശത്രുത കേവലം മതപരമായിട്ടുള്ള ഷിയ സുന്നി തർക്കമല്ല, മറിച്ച് രാഷ്ട്രീയ മേധാവിത്വത്തിനായിട്ടുള്ള ഒരു പോരാട്ടമാണ്. ഈ ചരിത്രപരമായിട്ടുള്ള DNA ഇപ്പോഴും ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തിൽ നിലനിൽക്കുന്നുണ്ട്. മുഹമ്മദ് ബിൻ സൽമാൻ ഈ ചരിത്രത്തെ മാറ്റിയെഴുതാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിനായിട്ട് ഇറാൻ്റെ ഇപ്പോഴത്തെ ഭരണഘടനയും രീതികളുമൊക്കെ തന്നെ അവിടെ മാറേണ്ടതുണ്ട് എന്ന് അദ്ദേഹം ഉറച്ച് വിശ്വസിക്കുന്നു. മുഹമ്മദ് ബിൻ സൽമാൻ്റെ ദീർഘവീക്ഷണത്തിൽ സൗദി അറേബ്യ ഒരു ആധുനിക രാഷ്ട്രമായിട്ട് മാറണമെങ്കിൽ തീർച്ചയായിട്ടും മതപരമായിട്ടുള്ള ഇതിൽ നിന്നും സാമുദായിക ആചാര്യന്മാരുടെ അനാവശ്യ ഇടപെടലുകളിൽ നിന്നൊക്കെ തന്നെ അത് വിമുക്തമാകേണ്ടതുണ്ട്. ഇതിനായിട്ട് അദ്ദേഹം നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങൾക്ക് ഇസ്ലാം മതത്തിൻ്റെ ഹൃദയഭൂമിയിൽ നിന്നും പുതിയൊരു വ്യാഖ്യാനം നൽകാൻ അദ്ദേഹം ശ്രമിക്കുകയാണ്. ഇറാനിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ ഈ പ്രക്രിയയെ വേഗത്തിലാക്കുമെന്നും മിഡിൽ ഈസ്റ്റിൽ ഒരു പുതിയ നവോത്ഥാനം സൃഷ്ടിക്കാൻ തനിക്ക് കഴിയുമെന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് നോക്കിയാൽ എണ്ണയ്ക്ക് ശേഷമുള്ള ഒരു കാലഘട്ടത്തെ നേരിടാനായിട്ട് സൗദി അറേബ്യ ഇപ്പോൾ മുതലേ തന്നെ തയ്യാറെടുക്കുകയാണ്. നിയോം പോലെയുള്ള വൻകിട സിറ്റി പ്രൊജക്റ്റുകളും ടൂറിസം പദ്ധതികളും ഇതിൻ്റെ ഭാഗമാണ്. ഈ നിക്ഷേപങ്ങൾ സുരക്ഷിതമാകണമെങ്കിൽ മേഖലയിൽ യുദ്ധഭീഷണി ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ ഇറാനെ ഇപ്പോൾ തന്നെ സൈനികപരമായി തളർത്തുകയാണെങ്കിൽ ഭാവിയിൽ ഒരു വലിയ യുദ്ധം ഒഴിവാക്കാമെന്നും സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്താമെന്നുമാണ് സൗദിയുടെ കണക്കുകൂട്ടൽ. അമേരിക്കൻ വിമാനങ്ങൾക്ക് തങ്ങളുടെ വ്യോമപാത നൽകില്ലെന്ന് നേരത്തെ നിലപാടെടുത്ത സൗദി അറേബ്യ ഇപ്പോൾ ആ നിലപാട് മാറ്റുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരമുണ്ട്. കാരണം അത് വെറും വൈകാരികമായിട്ടുള്ള ഒരു തീരുമാനമല്ല, മറിച്ച് വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു ചടുലതയാണ്. ഇറാനെ പരമാവധി പ്രകോപിപ്പിക്കാതെ തന്നെ അമേരിക്കയെ കൊണ്ട് തങ്ങളുടെ ജോലി ചെയ്യിപ്പിക്കുക എന്ന തന്ത്രമാണ് സൗദി ഇവിടെ പയറ്റുന്നത്. അതായത് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമുറക്കുക എന്ന പഴഞ്ചൊല്ല് പോലെ ഇറാൻ്റെ ഭീഷണി അമേരിക്കയെ കൊണ്ട് തന്നെ നേരിടാനാണ് ഇവിടെ സൗദി ആഗ്രഹിക്കുന്നത്. ആത്യന്തികമായിട്ട് മുഹമ്മദ് ബിൻ സൽമാൻ ഒരു ചരിത്ര പുരുഷനായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. തുർക്കിയെ മാറ്റിമറിച്ച കമാൽ അത്താതുർക്കിനെ പോലെയോ ഇറ്റലിയെ ഏകീകരിച്ച ഗാരിബാൾഡിയെ പോലെയൊക്കെ തന്നെ ആധുനിക സൗദിയുടെ സൃഷ്ടാവായിട്ട് തങ്കലിപികളിലൊക്കെ തന്നെ തൻ്റെ പേര് കുറിക്കപ്പെടണമെന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഇതിനായിട്ടുള്ള വലിയൊരു കരുനീക്കമാണ് ഇറാൻ അമേരിക്ക സംഘർഷത്തിൽ സൗദി അറേബ്യ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകളെന്ന് പറയുന്നത്. ഇതാകട്ടെ ലോകരാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന വലിയ രീതിയിലുള്ള മാറ്റങ്ങളുടെ ഒരു സൂചന കൂടിയാണ്. ഏതായാലും പശ്ചിമേഷ്യയുടെ ഭൂപടം പുനർനിർമ്മിക്കപ്പെടുന്ന ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ലോകം കടന്നു പോകുന്നത്. ഈ കാര്യത്തിൽ തർക്കമില്ല. സൗദി അറേബ്യയുടെ നിലപാടുകളും മുഹമ്മദ് ബിൻ സൽമാൻ്റെ രാഷ്ട്രീയ നയതന്ത്രവും വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയുടെ ഭാവിയെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.